ഹലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. എന്നാൽ നമ്മളെ ഗപ്പിയെ വളർത്തുന്ന തുടങ്ങിയിട്ട് നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ഗപ്പി ടാങ്കിലോട്ട് പോകാം. എന്നിട്ട് അവിടെയാണ് നമ്മുടെ കാഴ്ച നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മുടെ ഗപ്പികളെല്ലാം ഇവിടെ ഉണ്ട്. എന്നിട്ട് നമ്മൾ സന്തോഷ വാർത്ത ഇതല്ല, നമ്മുടെ സന്തോഷ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഇതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് കിടന്ന 2 ഗർഭിണികളായിട്ടുള്ള ഗപ്പികൾ പ്രസവിച്ചിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 10-35 കുട്ടികളോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രിയാണ് ഇത് പ്രസവിച്ചതെന്നാണ് നമുക്ക് തോന്നുന്നത്. എന്നിട്ട് നമ്മൾ ഇന്ന് രാവിലെ വന്ന് ടാങ്കിനകത്ത് നോക്കിയപ്പോൾ നല്ല കുഞ്ഞുങ്ങളായിരുന്നു. എന്നിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നതിനെല്ലാം നമ്മൾ ഇതിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളത് പിന്നെ കാണുമെന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം 35 കുഞ്ഞുങ്ങളെ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അന്നേരം നമ്മളൊരു ഡിഷിനകത്തോട്ട് ഇതിനെ മാറ്റിയിട്ടിരിക്കുകയാണ്. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ടാങ്കും കൂടെ എടുത്ത് അതിനകത്തോട്ട് ഇതിനെ മാറ്റണം. അതിന് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ 7 എണ്ണം ഉള്ളതിനകത്ത് 2 ഗപ്പികൾ പ്രസവിച്ചിട്ടുണ്ട്. അന്നേരം നമുക്ക് ഏകദേശം ഒരു 10-35 കുട്ടികളോളം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു ഫ്രിഡ്ജ് ബോക്സിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. അന്നേരം നമുക്ക് ഇന്നൊരു ഫ്രിഡ്ജ് ബോക്സ് എടുക്കണം. എന്നിട്ട് അതിനുശേഷം നമുക്ക് ആ ഫ്രിഡ്ജ് ബോക്സ് ഇത് കണക്ക് പഴയ പോലെ തന്നെ നമ്മൾ ഒട്ടിച്ച് ബാക്കിയെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കുഞ്ഞുങ്ങളെ മൊത്തം അതിനകത്തോട്ട് മാറ്റാം. ഏകദേശം ഒരു 1 മാസത്തോളം നമുക്ക് കുഞ്ഞുങ്ങളെ അതിനകത്ത് ഇടണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഈ മറ്റേ ടാങ്കിനകത്തോട്ട് ഈ കുഞ്ഞുങ്ങളെ ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു പരുവമാവും. ബാക്കി ഇനിയിപ്പോൾ ഒരു ഗപ്പിയും കൂടെ നമുക്കതിനകത്ത് പ്രസവിക്കാനായിട്ട് കിടപ്പുണ്ട്. അന്നേരം നമുക്കതിനെ ബ്രീഡിംഗ് ബോക്സും കാര്യങ്ങളും വെച്ചിട്ട് ബാക്കി എല്ലാ കുഞ്ഞുങ്ങളെയും സേഫ് ആക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ പ്രാവിൻകൂടിൻ്റെ അവിടെ ഒരു ഗോൾഡൻ കാസ്കേഡിൻ്റെ തൈ വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം അതിനകത്ത് വീണ്ടും ഒരു പൂവ് നമുക്ക് കിളിച്ച് വന്നിട്ടുണ്ട്. അതിനൊക്കെ തന്നെ നമ്മൾ നട്ട സമയത്തുള്ള പൂവ് ഇതുവരെ അതിനകത്ത് വാടിപ്പോയിട്ടില്ല. അതേ കണക്ക് തന്നെ നിൽപ്പുണ്ട്. അന്നേരം ഏകദേശം കുറച്ച് ഇത് വളർന്നിട്ടുണ്ട്. അന്നേരം നമ്മൾ ഡെയിലി ഇതിന് വെള്ളവും കാര്യങ്ങളും എല്ലാം നല്ല രീതിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ പ്രാവിൻകൂടിനകത്ത് പ്രാവിനെ ഇടുന്നത് നമ്മൾ അടുത്ത് തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അന്നേരം നമ്മൾ 2 ആട്ടപ്രാവിനെ ആയിരിക്കും മേടിക്കാൻ നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിച്ചേക്കുന്നത്. അന്നേരം നമ്മൾ ഉടനെ തന്നെ ആ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഗപ്പി കുഞ്ഞുങ്ങളായ സന്തോഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അന്നേരം നമുക്ക് ബാക്കി ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.